തുടക്കം കുറിച്ചുകൊണ്ട് ഈ കുട്ടികൾ സൃഷ്ടിച്ച മഹത്തരമായ ഈ ഫിഷ് ടാങ്കിലേക്ക് മീനെ നിക്ഷേപിച്ചുകൊണ്ട് ഇത് ഔപചാരികമായി ഉദ്ഘാടനം നാടിന്റെ നന്മയ്ക്കായി വേറിട്ട മാതൃകയായി പ്ലാസ്റ്റിക് സൗഹൃദ മത്സ്യക്കുളം നിർമ്മിച്ചു മച്ചുകാട് CMS LP സ്കൂളിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. നമ്മൾ പ്രകൃതിയിലേക്ക് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിൽ നിന്നും പലതും പഠിക്കാനുണ്ടെന്നുള്ള മാതൃകയൊരുക്കുകയാണ് കുട്ടികൾ. വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് പ്ലാസ്റ്റിക് കുപ്പിക്കുള്ളിലാക്കിക്കൊണ്ട് ഇക്കോബിക്സ് നിർമ്മിച്ചുകൊണ്ടാണ് പരിസ്ഥിതി സൗഹൃദ മത്സ്യക്കുളം സ്കൂളിൽ തയ്യാറാക്കിയിരിക്കുന്നത്. വിദ്യാലയത്തിലെ ജൈവ വൈവിധ്യ പാർക്കിൽ നാടൻ മത്സ്യമായ വരാലിനെ വളർത്തുവാൻ വേണ്ടിയാണ് ഇക്കോബ്രിക്സ് കൊണ്ട് കുളം നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 900 കുപ്പിക്കട്ടകൾ ഉപയോഗിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഒരു കുപ്പിക്കട്ടയ്ക്കുള്ളിൽ ഏകദേശം 600 ഗ്രാം പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ്. അതിൽ നിത്യോപയോഗ സാധനങ്ങളുടെ പാക്കിംഗ് കവറുകളും മറ്റ് കവറുകളും എല്ലാം ഉൾപ്പെടും. അതെല്ലാം കുപ്പിക്കുള്ളിലാക്കി വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികളും രക്ഷിതാക്കളും ചേർന്നാണ് ഇവയുടെ നിർമ്മാണം നടത്തിയത്. അധ്യാപകനും ചിത്രകാരനുമായ MJ ബിബിനാണ് എക്കോബിക്സ് പ്രവർത്തനങ്ങളുടെ മാതൃക കുട്ടികൾക്ക് നൽകിക്കൊടുത്തത്. സ്കൂളിലെ പ്രഥമ അധ്യാപകൻ ബെന്നി മാത്യു പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. വിദ്യാലയത്തിലെ തണൽ മരങ്ങൾക്ക് ചുറ്റും ഇക്കോബ്രിക്സുകൾ ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തികളും അതുപോലെ ഇരിപ്പിടങ്ങൾ ഒരുക്കുകയും ചെയ്തു. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാബു പുതുപ്പറമ്പൽ ഇക്കോബ്രിക്സ് മത്സ്യക്കുളത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വാർഡ് മെമ്പർ KB ഗിരീശൻ, സ്കൂൾ ലോക്കൽ മാനേജർ റവറന്റ് അനൂപ് ജോർജ് ജോസഫ്, PTA പ്രസിഡന്റ് രാഗി മോൾസാം, വൈസ് പ്രസിഡന്റും കോട്ടയം ജില്ലാ കെറ്റ് കോർഡിനേറ്ററുമായ തോമസ് ഏബ്രഹാം, ജില്ലാ ഡയറ്റ് ലെക്ചറർ ശ്രീജ KS തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. 350-ലേറെ ഇക്കോബ്രിക്സുകൾ തയ്യാറാക്കിയ UKG വിദ്യാർത്ഥി സാറ പ്രശാന്തിന് ആദരവുകൾ നേർന്നു. അധ്യാപകരായ സിനു സൂസൻ ജേക്കബ്, വിൻസി പീറ്റർ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. അങ്ങോട്ടിയല്ലേ നീ അവിടെ ചെന്ന് വീഡിയോ ഇടുന്നുണ്ട്. മഹത്തായ പരിപാടിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഈ കുട്ടികൾ സൃഷ്ടിച്ച മഹത്തരമായ ഈ ഫിഷ് ടാങ്കിലേക്ക് മീനെ നിക്ഷേപിച്ചുകൊണ്ട് ഇത് ഔപചാരികമായി ഉദ്ഘാടനം ഒരു ഫോട്ടോ എടുക്കാം.